أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിതി വിവരങ്ങൾ അറിഞ്ഞു വരാനായി അയച്ച സംഘം മടങ്ങിവന്ന് ഒരു യാത്രാസംഘത്തിൻ്റെയോ സൈന്യത്തിൻ്റെയോ ആഗമനത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അറിയിപ്പ് നൽകുകയുണ്ടായി എന്ന് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പരാമർശിച്ചിരുന്നു. ഖുറൈശികളുടെ സൈന്യം കച്ചവട സംഘത്തിൻ്റെ സംരക്ഷണത്തിനായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബാക്കളോട് അഭിപ്രായം ആരായുകയും ഖുറൈശികളുടെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് വളരെ ഭംഗിയായ നിലയിൽ സംസാരിച്ചു. പിന്നീട് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയും അദ്ദേഹവും വളരെ ഭംഗിയായ നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഹസ്രത്ത് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽറ്റുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, പുറപ്പെട്ടാലും അള്ളാഹു എങ്ങോട്ടാണോ കൽപ്പിക്കുന്നത് അവിടേക്ക് ഞങ്ങളും താങ്കളോടൊപ്പം ഉണ്ടാകുന്നതാണ്. അള്ളാഹുവാണ് സത്യം. ഇസ്രായേൽ സന്തതികൾ ഹസ്രത്ത് മൂസാക്ക് നൽകിയതുപോലുള്ള മറുപടി ഞങ്ങൾ നൽകുന്നതല്ല. അതായത് ഫസ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുന ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. മറിച്ച് താങ്കളും താങ്കളുടെ റബ്ബും പുറപ്പെട്ടു കൊള്ളുക, യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങളും താങ്കളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നതായിരിക്കും എന്നാണ് ഞങ്ങൾ പറയുക. താങ്കളെ സത്യത്തോടുകൂടി അയച്ച അസ്തിത്വമാണ് സത്യം. താങ്കൾ ഞങ്ങളെ ബർക്കുൽ ഇമാദിലേക്ക് കൊണ്ടുപോകുന്നതായാലും ഞങ്ങൾ താങ്കളോടൊപ്പം വരുന്നതായിരിക്കും. ബർക്കുൽ ഇമാദിനെ സംബന്ധിച്ച് പറയുന്നത് അത് യമനിലാണെന്നും പരിശുദ്ധ മക്കയിൽ നിന്ന് 5 കാതം ദൂരത്താണെന്നുമാണ്. അറബികളുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിനായി ഇതായിരുന്നു പ്രയോഗിച്ചിരുന്നത്. പിന്നീട് അവർ പറഞ്ഞു, താങ്കളുമായി ചേർന്ന് അവിടേക്ക് എത്തുന്നവരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സൽവാക്കുകൾ പറയുകയും അവർക്കായി ദുആ ചെയ്യുകയും ചെയ്തു. ഒരു എഴുത്തുകാരൻ എഴുതുന്നു, ബർക്കുൽ ഇമാദ് മക്കയുടെ തെക്ക് ഭാഗത്ത് കുറഞ്ഞത് 430 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സാധാരണ രാജപാതയിൽ നിന്ന് വിട്ടുള്ള ദൂരപ്പെട്ട സ്ഥലമാകുന്നു. യാത്രയ്ക്കുള്ള ദൂരത്തെയും പ്രയാസത്തെയും വിവരിക്കുന്നതിനായി ഒരു ഉപമയെന്നോണം പറയുന്ന സ്ഥലമാകുന്നു ഇത്. ഉറുദുവിൽ കാഫ് മലയെന്ന് പറയുന്നത് പോലെ അത് ദൂരത്തെ കുറിക്കുന്നു. അതായത് എത്ര ദൂരം പോയാലും ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണവുമുണ്ട്. ചില ചരിത്രകാരന്മാർ ഈ സന്ദർഭത്തിൽ ഉയർത്തിയ ഒരു ചോദ്യം, പ്രസ്തുത സന്ദർഭത്തിൽ ഹസ്രത്ത് മിഖ്ദാദ് പാരായണം ചെയ്ത ആയത്ത് സൂറ മായിദയിലെ വചനമാകുന്നു. ഈ സൂറത്ത് കുറെ കഴിഞ്ഞാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഈ വചനം പാരായണം ചെയ്യുക അസാധ്യമാകുന്നു.
എന്നാൽ സ്വയം ഈ വ്യാഖ്യാതാക്കൾ തന്നെ വിവിധ സാധ്യതകളും വിവരിക്കുന്നുണ്ട്. ഉദാഹരണമായി, അവർ ഇസ്രായേൽ സന്തതികളുടെ ഈ കാര്യങ്ങൾ യഹൂദികളിൽ നിന്ന് കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പിന്നീടുള്ള ഏതോ നിവേദകൻ ഈ വചനം കൂടി കൂട്ടിച്ചേർത്തതാകാം. ഏതായിരുന്നാലും ഈ ആക്ഷേപം അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നല്ല. കാരണം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ധാരാളമായി ഈ നിവേദനങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ബുഖാരിയുടെ ഒരു വ്യാഖ്യാനമായ ഫതഹുൽ ബാരിയിൽ, ഇത് ഇബ്നു റജബിന്റെ വ്യാഖ്യാനമാണ്, അതിൽ എഴുതിയിരിക്കുന്നത് സൂറത്തുൽ മായിദ പൂർണ്ണമായും ഹജ്ജത്തുൽ വിദയുടെ സന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്നത് ശരിയായ വസ്തുതയല്ല. അതിലെ ചില വചനങ്ങൾ വളരെ മുമ്പ് തന്നെ ഇറങ്ങിയിരുന്നു. അത്തരം ഒരു വചനമാണ് ഹസ്രത്ത് മിഖ്ദാദ് ബദറിന്റെ സന്ദർഭത്തിൽ പാരായണം ചെയ്തത്. ഏതായിരുന്നാലും യഹൂദികളിൽ നിന്ന് കേട്ടതാകാം എന്നതും ശരിയായിരിക്കാം. പിന്നീട് പറയുന്നത്, ഇവർ മൂന്നുപേരും, അതായത് ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് മിഖ്ദാദ് മുഹാജിരികളിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളുടെ അഭിപ്രായം അറിയാനും ആഗ്രഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, എനിക്ക് അഭിപ്രായം നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉദ്ദേശം അൻസാറുകളായിരുന്നു. ഒരുപക്ഷെ അതിനുള്ള കാരണം ഇതായിരിക്കാം. ബയത്തെ ഉഖ്ബയുടെ സന്ദർഭത്തിൽ അവർ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കൾ ഞങ്ങളുടെ പട്ടണത്തിലേക്ക് എത്തുന്നതുവരെ താങ്കളോടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞങ്ങൾ സ്വതന്ത്രരാണ്. താങ്കൾ മദീനയിലെത്തിയാൽ പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും പ്രതിരോധിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും താങ്കളെയും പ്രതിരോധിക്കുന്നതായിരിക്കും. അതിനാൽ മദീനയെ അവിചാരിതമായി ആക്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന് മാത്രമേ തന്നെ പ്രതിരോധിക്കുകയുള്ളൂ. പട്ടണത്തിൽ നിന്ന് പുറത്തുപോയി ശത്രുക്കളോട് ഏറ്റുമുട്ടുന്നത് നിർബന്ധമല്ല എന്നവർ ധരിച്ചിരിക്കാം എന്ന ആശങ്കയായിരിക്കാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകടിപ്പിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് പറഞ്ഞപ്പോൾ ഹസ്രത്ത് സഅദ് ഇബ്നു മുആസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഹുസൂർ ഞങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അതെ, തീർച്ചയായും. അപ്പോൾ ഹസ്രത്ത് സഅദ് പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ താങ്കളെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു. താങ്കൾ കൊണ്ടുവന്ന മതം സത്യമാണെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ താങ്കളോട് വാഗ്ദാനവും ചെയ്തിരിക്കുന്നു. താങ്കളുടെ കൽപ്പന കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണെന്ന ദൃഢപ്രതിജ്ഞയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് പുറപ്പെട്ടുകൊള്ളുക. ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. താങ്കളെ സത്യമതത്തോടു കൂടി അയച്ച അസ്തിത്വമാണ് സത്യം. താങ്കൾ ഞങ്ങളെ സമുദ്രത്തിനടുത്ത് കൊണ്ടുപോവുകയും താങ്കൾ സ്വയം അതിലേക്ക് ഇറങ്ങുകയും ചെയ്താലും ഞങ്ങളും താങ്കളോടൊപ്പം അതിലേക്ക് ചാടുന്നതായിരിക്കും. ഞങ്ങളിൽ നിന്ന് ഒരാളും പിന്തിരിയുന്നതല്ല. താങ്കൾ ഞങ്ങളെ നാളെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനെ ഞങ്ങൾ വെറുക്കുന്നില്ല. ഞങ്ങൾ യുദ്ധത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. ശത്രുക്കളെ എതിരിടുമ്പോൾ കൂറ് കാണിക്കുന്നവരാണ്. താങ്കളുടെ കണ്ണിന് കുളിർമയേകുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു ഞങ്ങളെ കൊണ്ട് താങ്കൾക്കായി ചെയ്യിക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ താങ്കൾ ഞങ്ങളെയും കൂട്ടി പുറപ്പെട്ടാലും. സഹീഹ് മുസ്ലിമിലെ ഒരു നിവേദനത്തിൽ ഈ വാക്കുകൾ ഹദർത്ത് സഅദ് ഇബ്നു ഉബാദയുടേതായിട്ടാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷ നിവേദനങ്ങളും അനുസരിച്ച് ഹദർത്ത് സഅദ് ഇബ്നു ഉബാദ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതിനാൽ ചരിത്രകാരന്മാർ അതിന് നിദാനമായി പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ 2 പ്രാവശ്യം സഹാബാക്കളുടെ അഭിപ്രായം തേടിയിരിക്കാമെന്നാണ്. ആദ്യം മദീനയിൽ വെച്ച് യാത്രാ സംഘത്തെ പറ്റിയുള്ള വിവരം ലഭിച്ചപ്പോൾ അന്നേരം മദീനയിൽ വെച്ച് ഹസ്രത്ത് ഉബാദ ഇപ്രകാരം പറഞ്ഞിരിക്കാം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലായിരുന്ന സമയത്ത് അഭിപ്രായം തേടിയിരിക്കാം. അന്നേരം സഅദ് ഇബ്നു മുആസ് ഇപ്രകാരം പറഞ്ഞിരിക്കാം. ഏതായിരുന്നാലും ഇതെല്ലാം വ്യാഖ്യാനത്തിൽ വിവിധ വ്യാഖ്യാതാക്കൾ അവരവരുടെ അഭിപ്രായം എഴുതിയിരിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സഅദ് ഇബ്നു മുആസ് ആണ് ഇത് പറഞ്ഞത്. അത് സഅദിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സന്തോഷവാനായിക്കൊണ്ട് പറഞ്ഞു,
പുറപ്പെടുക, നിങ്ങൾക്ക് സുവാർത്തയായിരിക്കട്ടെ. അള്ളാഹു എനിക്ക് 2 സംഘങ്ങളിൽ നിന്ന് ഒരു സംഘത്തിനു മേൽ വിജയത്തിനുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. അള്ളാഹുവാണ് സത്യം. ശത്രുക്കൾ കൊല്ലപ്പെട്ട് വീണുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സഹാബാക്കൾ സന്തോഷവാന്മാരായി. എന്നാൽ അതോടൊപ്പം അത്ഭുതത്തോടുകൂടി അവർ ചോദിച്ചു, ഹല്ലാ സക്കർത ലന അൽ കിതാല വനസ്തഇദ്. അതായത്, അള്ളാഹുവിൻ്റെ ദൂതരെ, അഥവാ താങ്കൾക്ക് ആദ്യമേ തന്നെ ഖുറൈശികളുടെ സൈന്യത്തെ സംബന്ധിച്ചുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ മദീനയിൽ വെച്ച് തന്നെ ഈ സാധ്യതകളെക്കുറിച്ച് സംബന്ധിച്ച് എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞില്ല? അങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അല്പം കൂടി തയ്യാറെടുപ്പോടുകൂടി പുറപ്പെടാമായിരുന്നല്ലോ. എന്നാൽ ഈ വിവരങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും 2 സംഘങ്ങളിൽ നിന്ന് ഒന്നിനുമേൽ ഈ മുസ്ലിം തീർച്ചയായും വിജയമുണ്ടാകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്നുള്ള ദൈവിക സുവാർത്തയായിരുന്നിട്ടും ഏത് സംഘത്തോടായിരിക്കും യുദ്ധമുണ്ടാകുക എന്ന് മുസ്ലിങ്ങൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ആ 2 സംഘങ്ങളിൽപ്പെട്ട ഒരു സംഘത്തോടൊപ്പം ആയിരിക്കും ഏറ്റുമുട്ടുക എന്നത് മാത്രമായിരുന്നു സാധ്യത. അവർ അങ്ങനെ സാധ്യത മനസ്സിലാക്കിയിരുന്നത്. സ്വാഭാവികമായും ദുർബലരായ സംഘം, അതായത് കച്ചവട സംഘത്തോട് ഏറ്റുമുട്ടുന്നതായിരിക്കും അവർ ആഗ്രഹിച്ചിരുന്നത്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു ഇത് സംബന്ധമായി പറയുന്നു, ബദറിന്റെ സന്ദർഭത്തിൽ മദീനയ്ക്ക് പുറത്ത് യുദ്ധമുണ്ടായപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബാക്കളെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, എനിക്ക് അഭിപ്രായം തന്നാലും. കാരണം നമ്മുടെ ഏറ്റുമുട്ടൽ യാത്രാ സംഘത്തോടായിരിക്കില്ല, മറിച്ച് സൈന്യവുമായിട്ടായിരിക്കുമെന്ന് എനിക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി മുജാഹിദുകൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മുഹാജിറുകൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, തിരുദൂതരെ, താങ്കൾ യുദ്ധം ചെയ്താലും ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കും. ഓരോ തവണയും മുഹാജിറുകൾ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞ ശേഷം ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലയോ ജനങ്ങളെ, എനിക്ക് അഭിപ്രായം തന്നാലും. മുഹാജിറുകൾ അഭിപ്രായം പറയുന്നത്, എന്നാൽ യഥാർത്ഥ ചോദ്യം അൻസാറോടായിരുന്നു എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്നത്. അൻസാറുകൾ മൗനമായിരിക്കാൻ കാരണം മക്കക്കാരുമായിട്ടായിരുന്നു ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. തങ്ങൾ മക്കക്കാരുമായും ഏറ്റുമുട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മുഹാജിറുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നവർ കരുതിയിരുന്നത്. തങ്ങളുടെ സഹോദരങ്ങളും കഴുത്തറുക്കുന്നതിനായി അവർ ആവേശത്തോട് വരുന്നതായി അവർ കരുതിയേക്കാം. എന്നാൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അല്ലയോ ജനങ്ങളെ, അഭിപ്രായം പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ ഒരു അൻസാരി എഴുന്നേറ്റെന്ന് പറഞ്ഞു, തിരുദൂതരെ, ഞങ്ങളുടെ മുഹാജിർ സഹോദരങ്ങളുടെ മനസ്സ് വേദനിക്കാതിരിക്കാനായിട്ടാണ് ഞങ്ങൾ മൗനമായിരുന്നത്. യുദ്ധത്തിന് തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ തങ്ങളുടെ സഹോദരങ്ങളെയും കുടുംബക്കാരെയും കൊല്ലാനുള്ള അഭിപ്രായമാണ് പറയുന്നതെന്ന് അവർ കരുതിയേക്കാമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. പിന്നീട് അയാൾ പറഞ്ഞു, തിരുദൂതരെ, താങ്കൾ ഉദ്ദേശിക്കുന്നത് ബയത്ത് ഉഖബയായിരിക്കാം, അതിലുള്ള ഉടമ്പടിയായിരിക്കാം. ഏതെങ്കിലും ശത്രുക്കൾ മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ താങ്കളെ സഹായിക്കുന്നതായിരിക്കും. എന്നാൽ മദീനയ്ക്ക് പുറത്തു യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ബാധകമായിരിക്കില്ല. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇത് തന്നെയാണ് കാര്യം. അദ്ദേഹം പറഞ്ഞു, തിരുദൂതരെ, ആ ഉടമ്പടി സമയത്ത് ഞങ്ങൾക്ക് താങ്കളെപ്പറ്റി ശരിയായ ജ്ഞാനമുണ്ടായിരുന്നില്ല, താങ്കളുടെ മഹത്വത്തെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. തിരുദൂതരെ, ഇപ്പോൾ താങ്കളുടെ സത്യതകളിൽ ഞങ്ങളിൽ വ്യക്തമായിരിക്കുന്നു, താങ്കളുടെ സ്ഥാനം ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യമായിരിക്കുന്നു. അതിനാൽ ഈ ഉടമ്പടിയും ഒന്നും തന്നെ ബാധകമല്ല. മുന്നിൽ സമുദ്രമാണ്, താങ്കൾ കൽപ്പിച്ചാൽ അതിലേക്ക് ഞങ്ങളുടെ കുതിരകളെ ഇറക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. അഥവാ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ താങ്കളുടെ വലത്തും പോരാടുന്നതാണ്, ഇടത്തും പോരാടുന്നതാണ്, മുന്നിലും പോരാടുന്നതായിരിക്കും, പിന്നിലും പോരാടുന്നതായിരിക്കും. ഞങ്ങളുടെ മൃതശരീരങ്ങളെ മതിച്ചുകൊണ്ടല്ലാതെ ശത്രുക്കൾക്ക് താങ്കളുടെ അടുക്കിലേക്ക് എത്താൻ സാധിക്കില്ല. ഈ അഭിപ്രായങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുന്ന് പുറപ്പെട്ടു. വിവിധ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ബദറിനടുത്തെത്തി. ബദറിന്റെ വിശദ വിവരങ്ങൾ മുമ്പും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും പറയുകയാണ്, മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്ത് 150 കിലോമീറ്റർ ദൂരത്താണ് ബദർ. ഒരു മുട്ടയുടെ ആകൃതിയിൽ 5.5 മൈൽ നീളത്തിലും 4 മൈൽ വീതിയിലുമുള്ള വിശാലമായ മണലാരണ്യമാണ് ബദർ. അതിനു ചുറ്റും ഉയർന്ന പർവ്വതങ്ങളുണ്ട്. അതിൽ ധാരാളം കിണറുകളും തോട്ടങ്ങളുമുണ്ട്. അവിടെ സാധാരണയായി യാത്രാ സംഘങ്ങൾ തമ്പടിക്കുമായിരുന്നു. ബദർ മൈതാനത്തിനടുത്ത് എത്തിയതിന് കുറച്ചു സമയശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവും അവിടെ നിന്ന് പുറപ്പെടുകയും വൃദ്ധനായ ഒരു അറബിയുടെ അടുത്തെത്തുകയും ചെയ്തു. അയാളോട് ഖുറൈശികളെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ മഹാത്മാവിന്റെ അനുചരന്മാരെയും കുറിച്ച് ചോദിക്കുകയുണ്ടായി. താൻ ആരാണെന്ന് പറയാതെയായിരുന്നു അയാളോട് ചോദിച്ചത്. വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ ഏത് ഗോത്രക്കാരനെന്ന് പറഞ്ഞാലേ ഞാൻ പറയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങളും ഞങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അയാൾ പറഞ്ഞു, പകരത്തിന് പകരമായിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് അറിയാൻ കഴിഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളും ഇന്ന ഇന്ന ദിവസം പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. അഥവാ എന്നോട് പറഞ്ഞാൽ സത്യമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും. അയാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, എനിക്കറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, ഖുറൈശികൾ ഇന്ന ദിവസം പുറപ്പെട്ടു. അഥവാ എന്നോട് പറഞ്ഞയാൾ പറഞ്ഞ് സത്യമാണെങ്കിൽ ഇന്ന് ഇന്ന സ്ഥലത്തെത്തിയിരിക്കും. അയാൾ ഖുറൈശികൾ എത്തിയ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അയാൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ശരിയായിരുന്നു. അയാൾ അറിയിപ്പ് പറഞ്ഞതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ വെള്ളത്തിൽ നിന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ അടുത്ത് നിന്നും മടങ്ങിപ്പോന്നു. അയാൾ പറഞ്ഞു, വെള്ളത്തിൽ നിന്നോ? എന്താണ് അതിനർത്ഥം? ഇറാഖിൻ്റെ വെള്ളത്തിൽ നിന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മറുപടി വളരെ അർത്ഥവത്തായിരുന്നു. അത് സംബന്ധിച്ചും ചരിത്രകാരന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉദ്ധരണികൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ വിവിധ ചരിത്രകാരന്മാരുടെ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും സമർപ്പിച്ചിട്ടുണ്ട്. ചുരുക്കം ഞാൻ പറയാം. ചരിത്രകാരന്മാർ ഉന്നയിച്ച ചോദ്യം ഇതാണ്: പ്രത്യക്ഷത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി വാഗ്ദാനം അനുസരിച്ച് തെറ്റായിരുന്നു. അതിന് രചയിതാക്കൾ നൽകിയ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് തെറ്റായ മറുപടിയല്ല നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് നൽകിയ മറുപടി ഏതർത്ഥത്തിലായിരുന്നു എന്നാൽ അതിൽ കളവില്ല. അതോടൊപ്പം തന്നെ ഭയാനകമായ യുദ്ധ സാഹചര്യത്തിൽ കൃത്യമായ സ്ഥലത്തെക്കുറിച്ചുള്ള സൂചന നൽകാത്തതുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വെള്ളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞ മറുപടി കൊണ്ടുള്ള ഉദ്ദേശം വിശുദ്ധ ഖുർആന്റെ ഒരു വചനമായിരുന്നു. അതായത് എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ചരിത്രകാരൻ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: അബൂബക്കർ ജാബിറുൽ ജസായിരി ആണ് അയാൾ. ഒരാൾ പറയുന്നു, അറബികളുടെ രീതി എന്തായിരുന്നുവെന്നാൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടയാളം വെള്ളം അഥവാ അരുവി തുടങ്ങിയ പേരുകൾ പറഞ്ഞാണ് പറയാറുണ്ടായിരുന്നത്. അതായത് ഇന്ന വെള്ളവുമായി അല്ലെങ്കിൽ ഇന്ന പ്രദേശത്തുള്ളവരുമായി ബന്ധമുള്ളത്. അവരിൽപ്പെട്ട അല്ലാമ ബുർഹാൻ ഹൽബി എഴുതുന്നത്, ഒരു സാധ്യത ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചിരുന്ന അതേ വെള്ളം അഥവാ അരുവിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. വൃദ്ധൻ പറഞ്ഞതുപോലെ, എന്നാൽ വൃദ്ധന് ഇറാഖാണെന്ന് മനസ്സിലാകുന്ന വിധത്തിലുമാണ് പറഞ്ഞത് എന്ന് മാത്രം. ബദറിലെ അരുവിയും ഇറാഖും ഒരേ ദിശയിലായിരുന്നു. ഏതായിരുന്നാലും അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബാക്കളുടെ അടുത്തേക്ക് തിരിച്ചെത്തി. വൈകുന്നേരമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹസ്രത്ത് അലി, ഹസ്രത്ത് സുബൈർ ബിൻ അവാം, ഹസ്രത്ത് സാദ് ബിൻ അബി വക്കാസ് എന്നിവരെ ചില സഹാബാക്കളോടൊപ്പം ബദറിലെ അരുവിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതിനായി. അവർ ഖുറൈശികൾക്കായി വെള്ളം കൊണ്ടുപോകുകയായിരുന്ന രണ്ട് അടിമകളെ കണ്ടു. അവരെ സഹാബാക്കൾ പിടിച്ചുകൊണ്ടുവന്നു. അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞത്, ഞങ്ങൾ ഖുറൈശികൾക്കായി വെള്ളം കൊണ്ടുപോകുന്നവരാണെന്നാണ്. അവർ ഞങ്ങളെ വെള്ളം കൊണ്ടുചെല്ലാനായി അയച്ചതാണ്. സഹാബാക്കൾ അവരുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഒരുപക്ഷെ അവർ അബൂ സുഫിയാന്റെ അടിമകളായിരുന്നു എന്ന ചിന്തയാൽ സഹാബാക്കൾ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അബൂ സുഫിയാന്റെ അടിമകളാകുന്നു. അപ്പോൾ സഹാബാക്കൾ അവരെ വെറുതെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയ ശേഷം പറഞ്ഞു, അവർ രണ്ടുപേരും നിങ്ങളോട് സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ ഉപദ്രവിച്ചു. എന്നാൽ പിന്നീട് അവർ കള്ളം പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ വെറുതെ വിട്ടു. അള്ളാഹുവാണ് സത്യം, അവർ പറഞ്ഞ സത്യമാണ്, അവർ ഖുറൈശികളുടെ അടിമകൾ തന്നെയാകുന്നു. പിന്നീട് അവരെ രണ്ടുപേരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഖുറൈശികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിവരങ്ങൾ തരിക. അവർ രണ്ടുപേരും പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അവർ ആ കുന്നിന്റെ പിന്നിലുള്ള താഴ്വരയുടെ അറ്റത്താണ് തമ്പടിച്ചിരിക്കുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അവർ എത്ര പേരുണ്ട്?
അവർ മറുപടി പറഞ്ഞു, ധാരാളം പേരുണ്ട്. ചോദിച്ചു, അവരുടെ എണ്ണം എത്രയാണ്? പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവർ ദിവസവും എത്ര ഒട്ടകങ്ങളെയാണ് അറുക്കുന്നത് ഭക്ഷിക്കാനായി? അവർ മറുപടി പറഞ്ഞു, ചില ദിവസം 9, ചില ദിവസം 10. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ 900-നും 1000-നും ഇടയിലുണ്ട്. ഒട്ടകങ്ങളെ ഭക്ഷിക്കുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം അനുമാനിക്കുകയായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഖുറൈശികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ നിന്ന് ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? അവർ പല ഖുറൈശി നേതാക്കളുടെയും പേര് പറഞ്ഞു. അതിൽ അബൂ ജഹൽ, ഉത്ബ, ഷൈബ, ഹക്കീം ബിൻ ഹസാം, ഉമയ്യ ബിൻ ഹൽഫ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹാദാ മക്കത്തു ഖദ് അൽഖത് ഇലൈക്കും അഫലാസ കബീദിഹ. അതായത് മക്ക തൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ എടുത്തിട്ടിരിക്കുകയാണ്. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും ഇത് സംബന്ധമായി നോട്ട് എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബക്കൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹാദാ മക്കത്തുൻ അത് അൽഖത് ഇലൈക്കും അഫലാസ കബിദിഹ. അതായത് മക്ക നിങ്ങൾക്കായി തന്റെ കരളിനെ എടുത്തിട്ടിരിക്കുന്നു. വളരെയധികം ബുദ്ധിപരവും സന്ദർഭാനുസരണവുമായ വാക്കുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ നാവിൽ നിന്ന് അനിയന്ത്രിതമായി പുറത്തു വന്നത്. കാരണം ഖുറൈശികളുടെ ഇത്രയും പ്രധാനികളായ നേതാക്കളുടെ പരാമർശത്തിൽ ദുർബലഹൃദരായ മുസ്ലിങ്ങൾ നിരാശപ്പെടുന്നതിന് പകരം ഈ വാക്കുകൾ അവരുടെ ചിന്തയെ മറ്റു തലത്തിലേക്ക് തിരിച്ചുവിട്ടു. അതായത് ഖുറൈശികളുടെ നേതാക്കളെ അള്ളാഹു മുസ്ലിങ്ങളുടെ ഇരയാക്കുന്നതിനായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന നിലയിലേക്ക്. അതിനുശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സൈന്യത്തെ സജ്ജമാക്കി മുശ്രിക്കുകൾ എത്തുന്നതിന് മുമ്പായി ബദറിലെ അരുവിയിൽ എത്തിച്ചേരുന്നതിനായി. മുശ്രിക്കുകൾ അരുവിയെ കൈയടക്കാതിരിക്കുന്നതിനായി. അങ്ങനെ ഇഷായുടെ സമയത്തോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് ഏറ്റവും അടുത്തുള്ള അരുവിയുടെ അടുത്തെത്തി. അന്നേരം ഹസ്രത്ത് ഉബാബ് ബിനു മുൻസിർ ഒരു അഭിപ്രായം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ അരുവിയുടെ അടുത്ത് തമ്പടിച്ചപ്പോൾ ഉബാബ് ബിനു മുൻസിർ പറഞ്ഞു, ഇത് ശരിയായ സ്ഥലമല്ല. താങ്കൾ ഇവരെ ഇവിടുന്ന് മാറ്റി ശത്രുക്കളുടെ അരുവിക്ക് അടുത്തുള്ള സ്ഥലത്തേക്ക് മാറ്റിയാലും ഇവിടുന്ന് ഞങ്ങൾക്ക് മുന്നോട്ടും പിന്നോട്ടും മാറാൻ സാധിക്കുന്നതല്ല. എല്ലാ കിണറുകളെയും അടക്കുകയും ചെയ്യുക. പിന്നീട് ഞങ്ങൾക്കായി ഒരു വെള്ളക്കുഴിയെ മാത്രം തയ്യാറാക്കുക. അതിനെ വെള്ളം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുക. അതിനുശേഷം നാം ശത്രുക്കളോട് ഏറ്റുമുട്ടുകയാണെങ്കിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ടായിരിക്കുകയും ശത്രുക്കൾക്ക് വെള്ളം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം വളരെ ശരിയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തോടൊപ്പം ഖുറൈശികൾക്കടുത്തുള്ള അരുവിയിലേക്ക് എത്തുകയും അവിടെ തമ്പടിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളാൽ മറ്റ് കിണറുകൾ മൂടുകയും ചെയ്തു. തങ്ങൾ തമ്പടിച്ചിരുന്ന കിണറിന് സമീപം ഒരു വെള്ളക്കുഴി തയ്യാറാക്കുകയും അതിൽ വെള്ളം നിറക്കുകയും ചെയ്തു. സീറത്ത് ഇബ്നു ഹഷാമിലാണ് ഇത് രേഖപ്പെട്ട് കിടക്കുന്നത്. സ്ഥലം നിർണയിക്കപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തങ്ങാനുള്ള സ്ഥലം തയ്യാറാക്കുന്നതായിരുന്നു അടുത്ത നടപടി. ഔസ് ഗോത്രത്തലവനായ സഅദ് ബിൻ മുആസിന്റെ നിർദ്ദേശപ്രകാരം സഹാബാക്കൾ മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കായി ഒരു ടെന്റ് കെട്ടി. ഹസ്രത്ത് സഅദ് ബിൻ മുആസ് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തിരുദൂതരെ, ഞങ്ങൾ താങ്കൾക്ക് തങ്ങുന്നതിനായി ടെന്റ് തയ്യാറാക്കട്ടെയോ? ഇത് സംബന്ധമായി ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതിയ വിശദീകരണം മുൻപും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെയും പറയേണ്ടത് അനിവാര്യമാകുന്നു. ഓസ് ഗോത്രത്തലവനായ സഅദ് ബിൻ മുആസിന്റെ നിർദ്ദേശപ്രകാരം സഹാബാക്കൾ മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായി ടെന്റ് തയ്യാറാക്കി. സഅദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തെ ടെന്റിനടുത്ത് കെട്ടിക്കൊണ്ട് പറഞ്ഞു, തിരുദൂതരെ, താങ്കൾ ഈ ടെന്റിൽ ഇരുന്നാലും ഞങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ ശത്രുക്കളോട് പോരാടാം. അള്ളാഹു ഞങ്ങൾക്ക് വിജയം നൽകുകയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ അഥവാ കാര്യങ്ങൾ തിരിഞ്ഞു മറിയുകയാണെങ്കിൽ, മറ്റൊന്നാവുകയാണെങ്കിൽ, ഞങ്ങൾക്ക് പരാജയം സംഭവിക്കുകയാണെങ്കിൽ
താങ്കൾ താങ്കളുടെ ഒട്ടകപ്പുറത്ത് കയറി എങ്ങനെയെങ്കിലും മദീനയിലേക്ക് എത്തിക്കൊള്ളുക. അവിടെ സ്നേഹത്തിലും ആത്മാർത്ഥതയിലും ഞങ്ങളെക്കാൾ പിന്നിലില്ലാത്ത ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. യുദ്ധമുണ്ടാകുമെന്ന ചിന്ത ഉണ്ടാകാതിരുന്നതിനാലാണ് അവർ ഞങ്ങളോടൊപ്പം വരാതിരുന്നത്. അവരൊരിക്കലും പിന്മാറുന്നവരല്ല. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ അവർ താങ്കളുടെ സുരക്ഷയ്ക്കായി ജീവൻ തന്നെ സമർപ്പിക്കാൻ തയ്യാറാവുന്നതായിരിക്കും. ഇത് സാദിന്റെ ആത്മാർത്ഥതയുടെ ആവേശമായിരുന്നു. എല്ലാ നിലയിലും പ്രശംസാർഹമായിട്ടുള്ളതാണത്. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ മൈതാനത്തിൽ നിന്ന് ഓടിപ്പോവുകയോ അതെങ്ങനെ സാധ്യമാകും? ഹുനൈനിലെ മൈതാനത്ത് 12,000 സൈനികർ പിന്തിരിഞ്ഞോടുകയുണ്ടായി. എന്നാൽ തൗഹീദിന്റെ കേന്ദ്രബിന്ദു, അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്ഥാനത്ത് നിന്ന് അല്പം പോലും പിന്തിരിഞ്ഞില്ല. ഏതായിരുന്നാലും ടെന്റ് തയ്യാറായി. സഅദും മറ്റു ചില അൻസാരി സഹാബാക്കളും അതിനു ചുറ്റും കാവലായി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഹസ്രത്ത് അബൂബക്കറും ആ ടെന്റിൽ രാത്രി കഴിച്ചുകൂട്ടി. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നത് ഹസ്രത്ത് അബൂബക്കർ ടെന്റിൽ വാളൂരി പിടിച്ചുകൊണ്ട് തിരുമേനിയുടെ അടുത്ത് സുരക്ഷയ്ക്കായി നിലനിന്നിരുന്നുവെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രാത്രി മുഴുവനും ദൈവസവിധത്തിൽ വിനമ്രനായി ദുആ ചെയ്തുകൊണ്ടിരുന്നു. മുഴുവൻ സൈന്യത്തിലും അദ്ദേഹം മാത്രമായിരുന്നു രാത്രി മുഴുവനും ഉണർന്നിരുന്നത്. ബാക്കിയെല്ലാവരും ഊഴമനുസരിച്ച് ഉറങ്ങിയിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായി പറയുന്നു, ബദർ മൈതാനത്തെത്തിയപ്പോൾ സഹാബാക്കൾ ഒരു ഉയർന്ന സ്ഥലം തയ്യാറാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവിടെ ഇരുത്തി. പിന്നീട് അവർ പരസ്പരം അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഏറ്റവും വേഗതയേറിയ ഒട്ടകം ആരുടെ അടുത്താണെന്ന് ചോദിച്ചു. അങ്ങനെ ഏറ്റവും വേഗതയാർന്ന ഒട്ടകത്തെ കൊണ്ടുവന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കെട്ടിയിട്ടു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താണ്? അവർ പറഞ്ഞു, തിരുദൂതരെ, നാം കുറച്ചുപേരെയുള്ളൂ, ശത്രുക്കൾ വളരെയധികവും. ഞങ്ങളെല്ലാവരും ഇവിടെ ഷഹീദാക്കപ്പെടുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണത്തെക്കുറിച്ച് ദുഃഖമില്ല. തിരുദൂതരെ, താങ്കൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ മരിച്ചാൽ ഇസ്ലാമിന് യാതൊരു നഷ്ടവും ഉണ്ടാവുന്നതല്ല. എന്നാൽ ഇസ്ലാമിൻ്റെ ജീവിതം അങ്ങയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനാൽ അങ്ങയുടെ സുരക്ഷയ്ക്കുള്ള ഏർപ്പാട് ഞങ്ങൾക്ക് അനിവാര്യമാകുന്നു. തിരുദൂതരെ, ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ താങ്കളുടെ സംരക്ഷണത്തിനായി ഏർപ്പാടാക്കിയിരിക്കുന്നു. വളരെ വേഗതയിൽ പായുന്ന ഈ ഒട്ടകത്തെ താങ്കളുടെ സമീപത്ത് കെട്ടിയിട്ടിരിക്കുന്നു. അഥവാ ഞങ്ങൾ ഓരോരുത്തരായി ഇവിടെ മരിച്ചു വീഴുന്ന സന്ദർഭം വരികയാണെങ്കിൽ ഈ ഒട്ടകം ഇവിടെയുണ്ടാകും. അതിൽ കയറി മദീനയിലേക്ക് എത്തിച്ചേരുക. അവിടെ ഞങ്ങളുടെ കുറച്ച് സഹോദരന്മാരുണ്ട്. യുദ്ധമുണ്ടാകുമെന്ന് അവർക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമായിരുന്നു. അങ്ങ് അവരുടെ അടുക്കലെത്തിക്കൊള്ളുക. അവർ അങ്ങയെ സംരക്ഷിക്കുന്നതാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് അങ്ങ് സുരക്ഷിതനായിരിക്കും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആവശ്യത്തെ അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇത് സഹാബാക്കളുടെ ഒരു വികാര പ്രകടനമായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് ഇത് സംബന്ധമായി പറയുന്നു മറ്റു ചില കാര്യങ്ങളും. ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, സഹാബാക്കളിൽ ഏറ്റവും ധൈര്യവാനും നിർഭയനും ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, ബദർ യുദ്ധാവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായി ഒരു താവളം തയ്യാറാക്കിയപ്പോൾ ഉയർന്ന ഒരു ചോദ്യം, ഇന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ ചുമതല ആരെയാണ് ഏൽപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ഊരിപ്പിടിച്ച വാളുമായി എഴുന്നേൽക്കുകയും അങ്ങേയറ്റം ഭയാനകമായ ആ അവസരത്തിൽ വളരെ നിർഭയനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുരക്ഷയുടെ കടമ നിർവഹിക്കുകയുമുണ്ടായി. ഏതായിരുന്നാലും പകൽ സമയത്ത് ഖുറൈശികൾ തങ്ങളുടെ ഇടത്തിൽ നിന്ന് മുന്നോട്ട് വന്നു. അവരെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അല്ലാഹുവേ, ഈ ഖുറൈശികൾ അഹങ്കാരത്തോടും അഹന്തയോടും കൂടി ഏറ്റുമുട്ടുന്നതിനും നിന്റെ ദൂതനെ കളവാക്കുന്നതിനുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നീ എനിക്ക് നൽകിയിരിക്കുന്ന സഹായ വാഗ്ദാനം പൂർത്തിയാക്കിയാലും ഇന്ന് തന്നെ അവരെ നശിപ്പിച്ചാലും. മുശ്രിക്കീങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉത്മ ഇബ്നു റബിയയെ ഒരു ചുവന്ന ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നതായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ അവരിൽ ആർക്കെങ്കിലും അല്പം നന്മയുണ്ടെങ്കിൽ അത് ആ ചുവന്ന ഒട്ടകക്കാരനാകുന്നു.
അഥവാ അയാൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ നേർവഴി പ്രാപിക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെള്ളക്കുഴിയിൽ നിന്ന് നിഷേധികൾ വെള്ളം കുടിക്കുന്ന സംഭവമുണ്ട്. വെള്ളം തങ്ങളുടെ ഉടമസ്ഥയിലായിരുന്നിട്ടും ഇവർ, അതായത് ഖുറൈശികൾ, ബദർ മൈതാനത്ത് ഇറങ്ങിയപ്പോൾ അവരിൽ ഒരു സംഘം ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെള്ളക്കുഴിയിൽ വെള്ളം കുടിക്കുന്നതിനായി എത്തി. അവരിൽ ഹക്കീം ഇബ്നു ഹിസാമും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, വെള്ളം കുടിച്ചുകൊള്ളട്ടെ. അന്ന് അതിൽ നിന്ന് വെള്ളം കുടിച്ചവർ എല്ലാവരും തന്നെ കൊല്ലപ്പെടുകയുണ്ടായി, ഹക്കീം ഇബ്നു ഹിസാം ഒഴികെ. പിന്നീട് അദ്ദേഹം മുസ്ലിം ആകുകയുണ്ടായി. അദ്ദേഹവും സത്യം ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ബദർ യുദ്ധവേളയിൽ നിന്ന് എനിക്ക് മോചനം നൽകിയ അസ്തിത്വമാണ് സത്യം. യുദ്ധത്തിനായി അണികൾ നേരെയാക്കുന്നതിനെ സംബന്ധിച്ച് എഴുതുന്നു, പകൽ സമയത്ത് ഖുറൈശികൾ വരുന്നതിന് മുമ്പായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബാക്കളെ അണിനിരത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പുകൊണ്ട് അണികൾ നേരെയാക്കുകയായിരുന്നു. അതുകൊണ്ട് ചൂണ്ടി മുന്നോട്ട് മാറുക, പിന്നോട്ട് മാറുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അണി നേരെയായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മൂസബ് ഇബ്നു ഉമേറിനെ പതാക ഏൽപ്പിച്ചു. അതിനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഇടത്തിൽ സ്ഥാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണികളെ പരിശോധിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം പടിഞ്ഞാറ് ഭാഗത്തേക്കായിരുന്നു. ആ സമയമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണികളെ നേരെയാക്കുകയായിരുന്നു. അന്നേരം ഒരു വിചിത്ര സംഭവമുണ്ടായി. അത് ഹസ്രത്ത് സവാദ് ബിനു അസിയയുടേതാണ്. അതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലുണ്ടായിരുന്ന സ്നേഹപ്രകടനമാണ് വെളിപ്പെടുന്നത്. എഴുതുന്നു, ബദർ യുദ്ധവേളയിൽ അണികൾ നേരെയാക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദ് ബിനു അസിയയുടെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം സഫിൽ നിന്നും പുറത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുതുകിൽ അമ്പുകൊണ്ട് വെച്ചുകൊണ്ട് ആംഗ്യ ഭാഷയിൽ പറഞ്ഞു, ഏ സവാദ്, നേരെ നിൽക്കുക. ഹസ്രത്ത് സവാദ് പറഞ്ഞു, തിരുദൂതരെ, താങ്കൾ എനിക്ക് പ്രയാസം നൽകി. അങ്ങേ അള്ളാഹു നീതിയും ന്യായവുമായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് പകരം ചോദിക്കണം. എൻ്റെ മുതുകത്ത് അങ്ങ് അമ്പുകൊണ്ടടിച്ചു. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുതുകിൽ നിന്ന് വസ്ത്രം മാറ്റിക്കൊണ്ട് പറഞ്ഞു, പകരം ചോദിച്ചു കൊള്ളുക. അത് സവാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങയുടെ ശരീരത്തെ ചുംബിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ സവാദ്, നീ എന്താണ് ഈ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, തിരുദൂതരെ, ഇത് എത്തരത്തിലുള്ള സമയമാണെന്ന് അങ്ങേക്കറിയാം. യുദ്ധസമയമാകുന്നു. ഞാൻ ജീവനോടെ ഇരിക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അങ്ങയോടുള്ള എൻ്റെ ഈ അവസാന നിമിഷത്തിൽ എൻ്റെ ശരീരം അങ്ങയുടെ ശരീരവുമായി സ്പർശിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനായി ദുആ ചെയ്തു. ഇതായിരുന്നു സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും കാഴ്ച. ബാക്കി ഇൻഷാ അല്ലാ തുടർന്ന് പറയുന്നതായിരിക്കും. ഇനി ചില മർഹൂമിങ്ങളെ കുറിച്ച് സ്മരിക്കുന്നതാണ്. അതിലൊന്ന് ബഹുമാനപ്പെട്ട ഖാരി മുഹമ്മദ് ആഷിഖ് സാഹിബിൻ്റെതാണ്. അദ്ദേഹം ജാമിയ അഹമ്മദിയയിലെ ഉസ്താദും മദ്രസത്തുൽ ഹിഫ്സിൻ്റെ ഇൻചാർജും പ്രിൻസിപ്പാളുമായിരുന്നു. കഴിഞ്ഞ ദിവസം 85-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. ഖാരി ആഷിഖ് ഹുസൈൻ സാഹിബിന് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുകയും പാരായണ മുറ പഠിക്കുകയും ചെയ്തതിനു ശേഷം അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിന് മുമ്പായി പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിലുള്ള അഹ്ലെ ഹദീസിന്റെ മദ്രസകളിൽ പഠിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹം സ്വയം ബയ്യത്ത് ചെയ്തതായിരുന്നു. ബയ്യത്തിനു മുമ്പ് അദ്ദേഹം അഹ്ലെ ഹദീസ് വിശ്വാസിയായിരുന്നു. അദ്ദേഹം സ്വയം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിച്ച പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, 1957 ഞാൻ കറാച്ചിയിലായിരുന്ന സമയത്ത് അവിടെ ചില പണ്ഡിതന്മാരായ ചില സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുമായിരുന്നു. ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് പോകുമായിരുന്നു. അവിടെ പത്രം വായിക്കുകയും ചില പണ്ഡിതന്മാരോടൊപ്പം സംവദിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഞാൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, ഇത് വളരെ മികച്ചതാണല്ലോ. ഞാൻ ചോദിച്ചു, എന്താണ് മികച്ചത്? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പണ്ഡിതന്മാർ വിവിധ ആയത്തുകളെക്കുറിച്ച് അത് നാസിഖ് മൻസൂഖ് ആണെന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി പറയുന്നത് വിശുദ്ധ ഖുർആനിലെ
ഒരു പുള്ളി പോലും മൻസൂഖ് ആയിട്ടില്ല എന്നാണ്. ഖാരി സാഹു പറയുന്നു, എനിക്ക് ആ കാര്യത്തിൽ വളരെ ജിജ്ഞാസ തോന്നി. ഇതിനെക്കുറിച്ച് സത്യമാണോ അസത്യമാണോ എന്ന് പഠനം നടത്താൻ ഞാൻ തീരുമാനിച്ചു. അതിനുശേഷം അദ്ദേഹം തന്റെ ആത്മകഥയിൽ എഴുതിപ്പിക്കുന്നു, ഒരിക്കൽ അഹമ്മദിയത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കറാച്ചിയിലുള്ള അഹമ്മദിയ ഹാളിൽ നമസ്കാരത്തിന് ശേഷം പോയി ഒരു അഹമ്മദിയെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭിന്നാഭിപ്രായമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചിലത് അറിയാൻ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്നെ സഹായിക്കുകയും എനിക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുക. അവിടെ ഇരുന്ന ഒരു സുഹൃത്ത് എന്നെ അഹമ്മദിയ ഹാളിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചില ഗ്രന്ഥങ്ങൾ വായിക്കാനായി നൽകി. ഞാൻ ആ ഗ്രന്ഥങ്ങൾ വായിക്കുകയും എൻ്റെ പണ്ഡിതന്മാരായ സുഹൃത്തുക്കളിലുള്ള ഒരു മൗലവിയെ കാണിച്ചുകൊണ്ട് ഇത് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനമാണല്ലോ എന്ന് പറയുകയുണ്ടായി. മൗലവി സാഹിബ് പറഞ്ഞു, താങ്കൾ വളരെ സാധുവാണ്, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് ഞാൻ താങ്കളോട് പറയുകയാണ്, മിർസ സാഹിബിന്റെ ചെറിയ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതെല്ലാം തന്നെയാണ്. ഈ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ആദ്യകാല ഘട്ടങ്ങളിൽ എഴുതിയതാണ്. എന്നാൽ ശേഷം എഴുതപ്പെട്ട വലിയ ഗ്രന്ഥങ്ങളിൽ മിർസ സാഹിബ് തെറ്റായ ചിന്തകളും വിശ്വാസങ്ങളുമാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ബറാഹിൻ അഹമ്മദിയ തുടക്കത്തിൽ തന്നെ എഴുതിയ ഗ്രന്ഥമാണ്. അത് തന്നെയാണ് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യവും. ശേഷം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും ഇപ്രകാരം തന്നെയാണ്. അതിനുശേഷം ഖാരി സാഹിബ് ഗ്രന്ഥം നൽകിയ വ്യക്തിയുടെ അടുത്തുപോയി വലിയ ഗ്രന്ഥം ആവശ്യപ്പെട്ടു. അപ്പോൾ ആ വ്യക്തി വലിയ ഗ്രന്ഥം കൊടുക്കാൻ വിസമ്മതിച്ചു. ചില ഒഴിവുകഴികൾ പറഞ്ഞു. എന്നാൽ മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളിൽ, അത് ആദ്യ കാലഘട്ടങ്ങളിലെ ഗ്രന്ഥങ്ങളായാലും അവസാന കാലഘട്ടങ്ങളിലെ ഗ്രന്ഥങ്ങളായാലും, ഒരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊന്നും തന്നെയില്ല. ഗ്രന്ഥം നൽകാതിരുന്നതിന് പിന്നുള്ള യുക്തി അള്ളാഹുവിനറിയാം. എന്തായാലും അതിനുശേഷം അദ്ദേഹവുമായുള്ള ഖാരി സാഹിബിന്റെ ബന്ധം അവസാനിച്ചു. അതിനുശേഷം ഖാരി സാഹിബിന്റെ ആത്മകഥയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തെന്നാൽ, അള്ളാഹുവിന്റെ ഒരു പ്രത്യേക വിധി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു തുടിപ്പ് ഉളവാക്കി. ഖാരി സാഹിബ് വിവിധ അവസരങ്ങളിൽ റബ്ബോയിൽ വന്നുകൊണ്ടിരുന്നു. കൂടാതെ പ്രാദേശിക തലങ്ങളിലുള്ള അഹമ്മദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതോടൊപ്പം ദുആയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ദുആയുടെ ഫലമായി വിവിധ സ്വപ്നങ്ങൾ ദർശിക്കാനിടയായി. ആ സ്വപ്നങ്ങളിൽ ഒന്ന് ഇസ്മഉ സൗത്തസമായി ജാ അൽ മസീ, അഥവാ മസീഹ് വന്നു എന്നുള്ള സ്വർഗീയ ശബ്ദം കേൾക്കൂ എന്നതായിരുന്നു. പറയുന്നു, ആ സമയത്ത് ആ വാക്കുകൾ മുഖേന എൻ്റെ ശ്രദ്ധ അഹമ്മദിയത്തിലേക്ക് തിരിഞ്ഞില്ല. എന്നാൽ അഹമ്മദി ആയതിനു ശേഷം ആ വിവിധ സ്വപ്നങ്ങളിൽ കണ്ട ആ വാക്ക് പൂർത്തിയായി എന്നെനിക്ക് മനസ്സിലായി. ആ സ്വപ്നങ്ങളിൽ ഒന്ന് ഇപ്രകാരവും ഉണ്ടായിരുന്നു. ഖാരി സാഹിബ് എഴുതുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഹമ്മദിയ ജമാഅത്തിലേക്ക് പലതവണ എൻ്റെ ശ്രദ്ധ തിരിയുകയും എനിക്ക് ഹിദായത്ത് ലഭ്യമാകുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. വീണ്ടും എഴുതുന്നു, അൻസാറുള്ളായുടെ ഇജ്തിമയിൽ ഷേഖ് അബ്ദുൽ ഖാദിർ സാഹിബ് സൗദാഗർ മിൽ മുറബി സിൻസിലയെ കാണുകയുണ്ടായി. പറയുന്നു, ഞാൻ അൻസാറുള്ളായുടെ ഇജ്തിമയിൽ ആദ്യ ദിനമാണ് പോയിരുന്നത്. ആ സമയത്ത് ബയ്യത്ത് ചെയ്തിരുന്നില്ല. ആദ്യ ദിനത്തിന്റെ എല്ലാ പരിപാടികളും കണ്ടു. രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം ബയ്യത്ത് ചെയ്യാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ഇസ്ലാഹ് ഇർഷാദ് മർക്കസിയ ഓഫീസിൽ പോവുകയും ബയ്യത്ത് ഫോറം ഫിൽ ചെയ്ത് അഹമ്മദിയത്തിന്റെ പ്രകാശത്താൽ ഞാൻ പ്രഭാപൂരിതനാകുകയും ഉണ്ടായി. അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. മോഹന വാഗ്ദാനങ്ങളും നൽകി, പ്രലോഭനങ്ങളും നൽകി, എതിർപ്പുകളും ഉണ്ടായി. ഖാരി സാഹിബ് പറയുന്നു, അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം എൻ്റെ വഴിയിൽ പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും അള്ളാഹു എനിക്ക് സ്ഥൈര്യം നൽകുകയും അവൻ്റെ വഴികളിലൂടെ എന്നെ നയിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതിനാൽ ലൗകിക പ്രലോഭനങ്ങൾക്ക് എന്നെ സത്യത്തിൻ്റെ വഴിയിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉള്ളിൽ ജമാഅത്തിനെതിരെ വെറുപ്പ് ഉളവാക്കുവാനും ആലെ ഹദീസ് ജമാഅത്തിലെ തിരിച്ചു കൊണ്ടുപോകാനുമുള്ള വളരെയധികം പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എന്നിൽ നിറഞ്ഞിരുന്ന ഈമാൻ കാരണത്താൽ അവർക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ വിവാഹം 3 കുട്ടികളുള്ള ഒരു വിധവയുമായിട്ടാണ് നടന്നത്. ഈ വിവാഹത്തിൽ ഒരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജമാഅത്തി സേവനങ്ങളെക്കുറിച്ച് പറയുന്നു, സൂഫി ഖുദാ ബഖ്ഷ് സേർവി സാഹിബ് ഒരിക്കൽ എന്നെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ
ഹദർത്ത് മിർസ താഹിർ അഹമ്മദ് ആ സമയത്ത് വഖഫ് ജദീദിന്റെ ഇൻചാർജ് ആയിരുന്നു. അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് റബുവയിൽ കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ഇദ്ദേഹം ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഹാജരായപ്പോൾ ഹദരത്ത് മിയാൻ സാഹിബ് ആദ്യം എൻ്റെ തിലാവത്ത് കേൾക്കുകയും പിന്നീട് വഖഫ് ജദീദിലെ മൊല്ലിമീങ്ങൾക്ക് പാരായണ മുറകളോടുകൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനുള്ള ഡ്യൂട്ടി നൽകുകയും ചെയ്തു. വഖഫ് ജദീദിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യവും ഏർപ്പാടാക്കുകയും ചെയ്തു. ഇത് 1964 നടന്ന കാര്യമാണ്. പറയുന്നു, 1965 ജനുവരി 1 വഖഫ് ജദീദിൽ മുഅല്ലിം എന്ന നിലയിൽ നിയമിതനായി. ആ സമയത്ത് ദർജ ഷാഹിദിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൽ നിന്നും ഖുർആൻ പഠിക്കുന്നതിനായി വഖഫ് ജദീദിന്റെ ഓഫീസിൽ വരുമായിരുന്നു. പിന്നീട് ജാമിയ അഹമ്മദിയ പ്രിൻസിപ്പളായിരുന്ന ബഹുമാന്യ മീർ ദാവൂദ് അഹമ്മദ് സാഹിബിന്റെ അഭ്യർത്ഥന പ്രകാരം ഖാരി സാഹിബ് ജാമിയ അഹമ്മദിയയിൽ തന്നെ പോയി പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കുള്ള കോളേജായിരുന്ന ജാമിയ നുസ്രത്തിൽ പെൺകുട്ടികൾക്ക് പർദ ആചരിച്ച് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. 1969 ജനുവരിയിൽ റബോയിലെ ഹാഫിസ് ക്ലാസിന് ഇൻചാർജ് ആയിരുന്ന ഹാഫിസ് ഷഫീഖ് സാഹിബ് വഫാത്തായപ്പോൾ ജാമിയ അഹമ്മദിയയിലെ പ്രിൻസിപ്പാൾ മീർ ദാവൂദ് അഹമ്മദ് സാഹിബ് ഹാഫിസ് സാഹിബിനോട് ജാമ്യയിൽ വരാനും ക്ലാസുകൾ എടുക്കാനും അഭ്യർത്ഥിച്ചു. ആ ദിനങ്ങളിൽ ക്ലാസുകൾ മസ്ജിദ് മുബാറക്കിലാണ് നടന്നിരുന്നത്. പള്ളിയിൽ ഇരുന്ന് കുട്ടികൾ ഖുർആൻ മനഃപ്പാടമാക്കുന്നത് എനിക്കും ഓർമ്മയുണ്ട്. പിന്നീട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഹിഫ്സ് ക്ലാസ്സിലെ അധ്യാപകനായി ഹാഫിസ് സാഹിബിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അനുമതി നൽകുകയും ഹിഫ്സ് ക്ലാസ്സിലും വഖഫ് ജദീദിലും പഠിപ്പിക്കണം എന്ന് എഴുതുകയും ചെയ്തു. അങ്ങനെ 1971 ജൂണിൽ ഹാഫിസ് ക്ലാസ്സിലെ അധ്യാപകനായി സ്ഥിര നിയമനം നടന്നു. 1988 അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു. എങ്കിലും 2019 വരെ അദ്ദേഹം മദ്രസത്തുൽ ഹിഫ്സിലും മദ്രസത്തുൽ ജഫറിലും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. 1964 ജൽസ സാലനയുടെ അവസരത്തിൽ അദ്ദേഹത്തിന് ആദ്യമായി ഖുർആൻ പാരായണത്തിനുള്ള അവസരം ലഭിക്കുകയുമുണ്ടായി. പറയുന്നു, തൻ്റെ സ്വന്തം സംഭവം എഴുതിക്കൊണ്ട് ഖാരി സാഹിബ് 1965 ഫെബ്രുവരി മാസത്തിൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുമായി കൂടിക്കാഴ്ചക്കുള്ള സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. ചരിത്രപ്രസിദ്ധമായ ഈ മുലാഖാത്തിന്റെ അതിൻ്റെ സ്ഥിതികളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഹസ്തദാനം ചെയ്തപ്പോൾ ആ ഒരു നിമിഷം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതിനുള്ള കാരണമായി തീരുകയുണ്ടായി. പ്രൈവറ്റ് സെക്രട്ടറി സാഹിബ് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ കാരി ഇങ്ങനെ പരിചയപ്പെടുത്തുകയുണ്ടായി, ഇത് കാരി മുഹമ്മദ് ആഷിഖ് സാഹിബാണ്, പുതിയ അഹമ്മദിയാണ്. അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഹുസൂർ വളരെ അനുകമ്പയോടുകൂടി എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞാനും ഹുസൂർ തിരുമനസിന്റെ കൈ പിടിച്ചുകൊണ്ടേയിരുന്നു. പരിശുദ്ധ റമദാൻ മാസത്തിൽ അദ്ദേഹം 15 വർഷത്തോളം മസ്ജിദ് മുബാറക്കിൽ തറാവി നമസ്കരിക്കാനുള്ള ഡ്യൂട്ടി അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. മൗലാന അബ്ദുൽ മാലിക് ഖാൻ സാഹിബ് നാസിർ ഇസ്ലാഹ് ഇർഷാദ് മർക്കസിയ ഒരിക്കൽ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, മസ്ജിദ് മുബാറക്കിൽ തഹജ്ജുദും തറാവിയും നമസ്കരിപ്പിക്കുന്നതിനായി താങ്കളെ വീണ്ടും വീണ്ടും ഡ്യൂട്ടി ഏൽപ്പിക്കുന്നതിനുള്ള കാരണം ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആലക്ക് താങ്കളുടെ തിലാവത്ത് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുമുണ്ട്. അവരെല്ലാം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വസിക്കുന്നുണ്ട്. അവരുടെ കത്തുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ സ്വഭാവ മഹിമയെ സംബന്ധിച്ചും അദ്ദേഹത്തിൽ നിന്ന് കരസ്ഥമാക്കിയ ആ ജ്ഞാനങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ അവർ എനിക്ക് എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പരാമർശിച്ചിട്ടുമുണ്ട്. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സന്തതികൾക്കും തലമുറകൾക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ച് ദ്വാകളുടെയും ആത്മാർത്ഥതയുടെയും അവസ്ഥ സംജാതമാകട്ടെ. രണ്ടാമത്തെ സ്മരണ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അൽ ഹുസ്നി സാഹിബിന്റെ ആണ്. അദ്ദേഹം ഷാമിലുള്ള ഒരു അഹമ്മദിയായിരുന്നു, വളരെ പഴയ അഹമ്മദിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്നു. വളരെ വർഷങ്ങളായി അഹമ്മദിയാണെന്ന കാരണത്താൽ സൗദി അറേബ്യയിലെ ഒരു ജയിലിലായിരുന്നു. അസീറാന റാഹി മൗലയാണ്. രോഗിയും ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുകൂടി അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. അവസാനം ഈ തടവുള്ള അവസ്ഥയിൽ തന്നെ മെയ് 25 82-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്താകുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
അദ്ദേഹത്തിൻ്റെ പിതാവ് അൽഹാജ് അബ്ദുർ റൌഫ് അൽ ഹുസ്നി സാഹിബ് 1938 ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുനീറുൽ ഹുസ്നി സാഹിബ് അത് മുൻ അമീർ ജമാഅത്ത് ഷാം മർഹൂം നൂറുദ്ദീൻ അൽ ഹുസ്നി സാഹിബിൻ്റെ ജ്യേഷ്ഠ പിതാവായിരുന്നു. പരേതൻ കുട്ടിക്കാലം മുതൽ തന്നെ ഇസ്ലാമിക ചുറ്റുപാടിലും അതുപോലെ തന്നെ ഖിലാഫത്താനുള്ള ആ കൂറിലും ആത്മാർത്ഥയിലുമുള്ള പരിസ്ഥിതിയിലാണ് വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ വയസ്സ് 13-14 ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് വഫാത്തായി. പരേതൻ അധികവും മുനീറുൽ ഹുസ്നി സാഹിബിൻ്റെ സഹവാസത്തിലായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ജമാഅത്തിനെ കുറിച്ച് വളരെയധികം അദ്ദേഹം പഠിക്കുകയുണ്ടായി. അടുത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു 1955 ദമിഷ്കിൽ പോയപ്പോൾ മർഹൂമിൻ്റെ എളാപ്പെ മുക്കറം ബദറുദ്ദീൻ അൽ ഹുസ്നി സാഹിബിൻ്റെ വീട്ടിലാണ് തങ്ങിയത്. ആ ദിവസങ്ങളിൽ പരേതന് ഒരിക്കൽ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുമായി മുന്നിൽ തിലാവത്ത് ചെയ്യുന്നതിനുള്ള സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ധാരാളമായി വ്രതമനുഷ്ഠിക്കുമായിരുന്നു. തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും പ്രത്യേകമായി അദ്ദേഹം വ്രതമെടുക്കുമായിരുന്നു. വിശുദ്ധ ഖുർആൻ വളരെ താല്പര്യത്തോടു കൂടി പാരായണം ചെയ്യുമായിരുന്നു. തഹജ്ജുദ് നമസ്കാരം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ ജയിലിലായിരുന്നപ്പോൾ പോലും തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയുണ്ടായി. ആ ജമാഅത്തിൽ ആ വിശ്വാസത്തോട് തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം അടുത്താണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം ജയിലിൽ അദ്ദേഹത്തെ കാണാൻ വരുന്നതോടും അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബാംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിധവയും അവർ അഹമ്മദിയല്ല, എന്നിരുന്നാലും അവർ വളരെയധികം കൂറോടുകൂടിയാണ് ബന്ധം പുലർത്തിയിരുന്നത്. അവരുടെ ഭർത്താവ് ജയിലിലായിരുന്നപ്പോൾ വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുകയുമുണ്ടായി. കുട്ടികളിൽ 3 ആൺമക്കൾ അബ്ദുർ റൌഫ് അൽ ഹുസ്നി സാഹിബ്, മുഹമ്മദ് മആസുൽ ഹുസ്നി, ഫവാസുൽ ഹുസ്നി എന്നിവരും കൂടാതെ ഒരു മകൾ സൈനബുൽ ഹുസ്നിയുമുണ്ട്. വേറെ കുട്ടികളുമുണ്ട്. അവരെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആത്മാർത്ഥ അഹമ്മദികളാകുന്നു. പരേതൻ്റെ മകൻ മആസുൽ ഹുസ്നി സാഹിബ് പറയുന്നു, എൻ്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളെല്ലാവരും സഹോദരന്മാരെല്ലാവരും തന്നെ പരിപൂർണ്ണ സംതൃപ്തിയോടുകൂടി അഹമ്മദിയത്തിൽ പ്രവേശിക്കണമെന്നുള്ളതായിരുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളെല്ലാവരും തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ബയ്യത്ത് ചെയ്തത്. സൗദി അറേബ്യയിലായിരുന്നപ്പോൾ ജമാഅത്തിനെ കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. പിന്നീട് ഹാഷിം സാഹിബ് മർഹൂം UK കാരനായിരുന്നു. അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹവുമായി കണ്ടുമുട്ടുകയും ബന്ധപ്പെടുകയും ചെയ്തു. പിന്നീട് അവസാന കാലം വരെ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ പിതാവ് വ്യാപൃതനായിരുന്നു. വളരെയധികം അനുകമ്പയുള്ള വ്യക്തിയും തുറന്ന ഹൃദയത്തിൻ്റെ ഉടമസ്ഥനുമായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പിന്നെ അദ്ദേഹം എഴുതുന്നു, 2019 അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ശേഷം മനസ്സിലായത് അഹമ്മദിയാണ് എന്ന കാരണത്താലും സോഷ്യൽ മീഡിയയിൽ തബ്ലീഗ് ചെയ്ത കാരണത്താലുമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. 2 വർഷത്തോളം പ്രയത്നിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തെ മോചനത്തിനായി ഞങ്ങൾ എല്ലാ തരത്തിലും പരിശ്രമിച്ചു. പല വക്കീലുമാരെയും ഞങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന് മോചനത്തിനുള്ള കൽപ്പന നൽകുകയും മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് വിളിപ്പിക്കുകയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും വീണ്ടും അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇപ്രാവശ്യം മുൻപത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തോട് കഠിനമായി പെരുമാറുകയും ചെയ്തു. അദ്ദേഹത്തിന് കാണുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല, ഫോണിൽ സംസാരിക്കുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെയധികം മോശമായിരുന്നു. പ്രായമായ കാരണത്താൽ അദ്ദേഹം രോഗിയുമായിരുന്നു. ഹോസ്പിറ്റലിലും കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ വീട്ടുകാരുമായി കാണുന്നുള്ള സന്ദർഭമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വലിയ മകൻ അബ്ദുർ റഊഫ് സാബ് ഹുസ്നി പറയുന്നു, അദ്ദേഹം കാനഡയിലാണ്. അദ്ദേഹം എഴുതുന്നു, അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെയധികം ആത്മാർത്ഥയും സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ജമാഅത്തിനായിട്ട്. തൻ്റെ വിശ്വാസത്തിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. നേരത്തെ എഴുതിയ അതേ വാചകങ്ങൾ തന്നെയാണ് ആരാധനയെ സംബന്ധിച്ചും ആത്മാർത്ഥയെ സംബന്ധിച്ചെല്ലാം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. 2016 അദ്ദേഹത്തെ തടവിലാക്കിയപ്പോൾ അദ്ദേഹം നോമ്പ് വെച്ചിരുന്നു. അദ്ദേഹം നോമ്പ് തുറക്കാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുമെന്നുകൂടി. അവിടെയുള്ള അഫ്സർ വെള്ളം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. പിന്നീട് നമാസ് അസർ നമസ്കരിക്കുന്നതിനുള്ള അദ്ദേഹം അനുമതി ചോദിക്കുകയും അവർക്ക് അദ്ദേഹത്തിന് അനുമതി നൽകപ്പെടുകയും അവരുടെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു, താങ്കളും ഞങ്ങളെപ്പോലെ തന്നെയാണല്ലോ നമസ്കരിക്കുന്നത്. ഏതായിരുന്നാലും അതിൻ്റെ ചില പ്രഭാവങ്ങൾ ഉണ്ടാകുകയുണ്ടായി. അതേ പ്രഭാവത്താൽ തന്നെ അദ്ദേഹത്തെ വിടുകയും ചെയ്തു അതേ സമയത്ത്. പിന്നീട് ഡിസംബർ 2019 യാതൊരു കാരണവും പറയാതെ തന്നെ വീണ്ടും പോലീസ് വിളിക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്യുകയുണ്ടായി.
ആ തടവലിൻ്റെ അവസ്ഥയിൽ തന്നെ അദ്ദേഹം വഫാത്താകുകയുമുണ്ടായി. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്ത് നൽകുകയും കാരുണ്യത്തോട് പെരുമാറുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കും അദ്ദേഹത്തിൻ്റെ നേക്കികളെയും സവിശേഷതകളെയും സ്വായത്തമാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ നമാസെ ജനാസ നിസ്കരിപ്പിക്കുന്നതായിരിക്കും. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.